ഹലോ ഫ്രണ്ട്സ്, ബോൺ അപ്പിറ്റേറ്റ് യുവർ മജസ്റ്റി എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ചിയോങ്ങും ഈ പെൺകുട്ടിയും റിവറിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആക്ച്വലി കിങ് അല്ല കേട്ടോ, പകരം ഈ ചേഹോങ്ങിന് വന്ന പടയാളികൾ മൊത്തത്തിൽ പോകുന്നത് കാണുന്നത്. ഇവളാണെങ്കിൽ ബഹളുണ്ടാക്കി ഇവരെ വിളിക്കുന്നുണ്ടല്ലോ, അയ്യോ ഒന്ന് മിണ്ടാതിരിക്കുക, അത് ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്നതാണ് ഗവർണർ ഓഫീസിലേക്ക് എന്നൊക്കെ ഇവള് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നൈസായിട്ട് ഈ പടയാളികൾ ഇവരെ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോകുന്നത് ഗവർണറുടെ ഓഫീസിലേക്കായിരിക്കും. അതിനുശേഷം ജയിലിലും അടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ജിയോങ്ങിൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ജയിലാണല്ലോ, അപ്പം ഞാൻ ശരിക്കും ജോസൺ എറയിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു ഇവളോട്. അയ്യോ എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു, ഇത് ജോസൺ കാലഘട്ടം തന്നെയാണ്, പിന്നെ ഇയാൾ എന്തോ ഈ വിചാരിച്ചിരിക്കുന്നതെന്ന് ഈ പെൺകുട്ടി അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ എന്നെ തുറന്ന് വിടെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കുന്ന ടൈമിൽ വേറെയും കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ലേഡീസൊക്കെ ആണെങ്കിൽ അതെ ഒന്ന് മിണ്ടാതിരിക്കുമോ, നിങ്ങളെ മാത്രമല്ല ഞങ്ങളേനും പിടിച്ചു വെച്ചിരിക്കുകയാണ്, ചെവിക്ക് ഭയങ്കര പ്രശ്നമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ചീത്ത പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അയ്യോ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, ഞാൻ ഷെഫായിട്ട് ജോലിക്ക് കയറിണ്ടിരുന്നതാണ്, ഇപ്പം ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. പിന്നീടാണെങ്കിലും അങ്ങോട്ട് വരുന്ന ഓഫീസേഴ്സും മറ്റും ഇവരുടെ രണ്ടുപേരുടെയും വായ അങ്ങ് കെട്ടുന്നുണ്ട്. അങ്ങനെ ആ വായ കെട്ടിയിട്ടും ഇവള് ബഹളം വെക്കുന്ന ഒരു കോമഡി സീനൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് ഇവരെന്നെ പുറത്തിറക്കുകയാണ് കേട്ടോ. അതായത് സെക്രട്ടറി വരുന്നുണ്ട് പാലസിൽ നിന്നും. അപ്പോൾ എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഈ ലേഡീസിനെ മൊത്തം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഇവള് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്ന ടൈമില് രാജാവിന്റെ അടുത്തേക്ക് രാജാവിന്റെ ദാസിയാകാൻ, അതായത് ഭാര്യയാക്കാൻ കുറെ പേരെ സെലക്ട് ചെയ്യും, അതാ സംഭവം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അപ്പൊ നമ്മൾ രാജാവിന്റെ ഭാര്യയാകും എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത്. അയ്യോ എനിക്കൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് വന്നതല്ല എന്ന് പറയുന്ന ജിയോങ്ങിനോട്. അല്ല ഇവിടുന്ന് വന്നതല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ശരിക്കും പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇവരുടെ പ്രായമാണ് ചോദിക്കുന്നത്. സോ അതില് ഗവർണറുടെ മകൻ, ഇയാളുടെ പേര് ഹോങ് ആയിരിക്കും കേട്ടോ. ഹോങ് ആണെങ്കിൽ ഇവളോട് വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പോൾ ഇവള് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് 27 എന്ന് പറഞ്ഞിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്, അവിടെയാണ് പ്രായം കുറഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കുക. എന്നാൽ ഇയാളാണെങ്കിൽ വയസ്സ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് റൈറ്റിലേക്ക് വിടുമ്പോൾ ഇവളങ്ങ് ചൂളി പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആകട്ടെ, രാജാവിൻ്റെ ഭാര്യ ആകേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവൾ റൈറ്റ് സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. പിന്നാലെ വരുന്ന യഹ്യൂനോടാണെങ്കിൽ നിന്റെ പ്രായം എത്രയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ 30 എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ആളാണെങ്കിൽ 30 കണ്ടിട്ടൊരു 17 തോന്നിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ആക്ച്വലി ഇവളുടെ വയസ്സ്. എന്നാൽ ഒരു 28 എന്ന് ഇവള് അങ്ങ് തട്ടി വിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റിലേക്ക് പൊക്കോളൂ എന്ന് പറയുമ്പോൾ ജിയോങ്ങിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ നന്നായിട്ട് ഹാപ്പി ആകുമ്പോൾ അല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു ഇൻസൾട്ട് ആയില്ലേ എന്ന് ഇവർ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ വൈഫാകാൻ മാറ്റിയ ആളുകളോട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനും ഇവരെ തന്നെയാണെങ്കിൽ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വിടുന്നത്. യഹ്യൂനും പടയാളികളും ആ റിവറിന്റെ സൈഡിൽ എത്തിയിട്ട് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ ബണ്ണ് കിട്ടുന്നുണ്ട്. സോ ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് കുറെ ലേഡീസിനെ ഗവർണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവന്റെ മുഖത്ത് അങ്ങ് സന്തോഷം വരികയാണ് കേട്ടോ. എന്നാ പിന്നെ അങ്ങോട്ട് പോകാമെന്നാണ് യഹ്യൂൻ പറയുന്നത്. ജിയോങ്ങും മറ്റും അവിടുത്തെ കിച്ചണിലെത്തുന്ന ടൈമിൽ അവിടെയുള്ള ആ പാത്രങ്ങളും ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചുരുക്കം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് കേട്ടോ. മതിയായ സാധനങ്ങളും ഇല്ല. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ടീം പ്രിപ്പയർ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് മറ്റേ ആളുകളും ചെയ്യുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാക്കിയ കൂടെ, അങ്ങനെയാണെങ്കിൽ ഈ റിപ്പീറ്റേഷൻ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൾ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന മറ്റൊരു ലേഡിയാണെങ്കിൽ അല്ല മാഡം ഇങ്ങനെ ഓർഡർ ചെയ്യാതെ വല്ലത് ഉണ്ടാക്കി കൂടെ, ഒന്നും അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിലോ, അതായത് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവളാണെങ്കിലും അല്ല നിങ്ങൾ എന്തിനു ഞങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തോ തിരിച്ചു വിടണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം സംസാരിച്ചാൽ കൊന്നു കളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഇയാൾ ഫുഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് കൊള്ളാം, ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഏത് ആൾക്കാർക്ക് ഉണ്ടാക്കേണ്ടേ, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ, വരുന്ന ഗസ്റ്റിൻ്റെ ഏജ് അറിയണം, പിന്നെ അവർക്ക് എന്തെങ്കിലും ഫുഡിനോട് അലർജിയോ അല്ല ഈ പറ്റാത്തത് വലുതുണ്ടോ എന്ന് അറിയണം. ഈ വാക്കുകളൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഗസ്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്ന ഹോങ് ആണെങ്കിൽ നീ ആരാണെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷെഫ് അല്ല ഞാനൊരു കുക്കാണെന്ന് പറയുന്ന ഇവളാണെങ്കിലും ഈ ഗസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്, എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഡിഷിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഹോങ് ആണെങ്കിലും നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് അവിടെ പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട്. കാരണം
ഇവള് ഭയങ്കര ധിക്കാരൊക്കെ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ശരി, നിനക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതുപോലെ ടൈമും ലിമിറ്റഡ് ആണല്ലോ. സോ ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹോങ്ങിനൊരു ഇമ്പ്രഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശരി, നീ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഫുഡ് എങ്ങാനും മോശമായി കഴിഞ്ഞാൽ അവർ ഒരു മോശം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് തന്നെ ഇവിടെ തീരുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഓൾറെഡി നല്ല കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ഓക്കെ ശരി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പകരം അവർ നന്നായിട്ട് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പിടിച്ചിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ പിരിച്ചുവിടണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ സമ്മതിച്ചു എന്നാണ് ഹോങ് തിരിച്ചു പറയുന്നത്. പിന്നീട് ഗസ്റ്റിനെ പറ്റിയിട്ട് വിവരം കൊടുക്കണ്ട കേട്ടോ. അതായത് നേരത്തെ സീനിൽ രണ്ടുപേര് ഹോഴ്സിൽ വരുന്നത് കാണിച്ചല്ലോ, സോങ്ജെ എന്ന് പറയുന്നതും അയാളുടെ അച്ഛനും. സോ ഇവരാണ് ഗസ്റ്റായിട്ട് വരുന്നത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ഈ സോങ്ജയുടെ അച്ഛൻ മിനിസ്റ്ററാണ്, ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഈ സോങ്ജെ ആണെങ്കിലോ ഇതുപോലെ നോബൽ ഫാമിലിയിൽ നിന്നാണ്. അത് മാത്രമല്ല കിങ്ങുമായിട്ട് ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്സാണ്. കിങ്ങിൻ്റെ ഹാഫ് സിസ്റ്ററെ കെട്ടിയിരിക്കുന്നതും ഈ സോങ്ജയാണ്. സോ ഈ ചേഹോങ്ങിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ ക്രൂശിക്കുന്നതും ആ ഒരു കാര്യത്തിൽ ഒരുപാട് അഴിമതിയൊക്കെ നടത്തുന്നത് ഈ സോങ്ജയാണ്. പിന്നെ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും പ്രശ്നം പറയും. നല്ല ഫുഡൊക്കെ ആണെങ്കിൽ അതിൽ സ്വന്തം മുടിയൊക്കെ ഇട്ടിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി ആളുകളെ ശിക്ഷിക്കലാണ് ഹോബി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന ജിയോങ് ആണെങ്കിൽ ഓഹോ എന്ത് അഹങ്കാരികളാ, ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ 4 പേർക്കുള്ള ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഈ ഹോങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലോ പിന്നീട് കിച്ചണിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള സാധനങ്ങൾ മൊത്തം അങ്ങ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, മെയിൻ ഡിഷായിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല. എന്ത് ചെയ്യുമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ടൈമിലാണ് അവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കാണുന്നത് കേട്ടോ. ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഇതേ ഒരു പോട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ മൂക്ക് വെച്ചിട്ടാ കണ്ടുപിടിച്ചതെന്ന് സിയോഗിൽ പറയുമ്പോൾ ഇവളുടെ കൂടെയുള്ള പെൺകുട്ടിയുടെ പേര് സിയോഗിൽ എന്നാണ്. തൻ്റെ മൂക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു സ്റ്റീക്ക് ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും എന്താ സ്റ്റാക്കോ അതെന്തോട്ടാ സംഭവം എന്ന് പറയുമ്പോൾ സിയോഗിലാണെങ്കിൽ അയ്യോ പറയാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് മീറ്റ് ഡിഷ് അത്രയും പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും ഇവൾക്കാണെങ്കിൽ എല്ലാവരുടെയും ഹെൽപ്പ് വേണം, ഓരോരുത്തർക്കായിട്ട് ഡ്യൂട്ടീസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഹോങ് ആണെങ്കിൽ ഇവളുടെ ഈ സിൻസിയറിറ്റി ഒക്കെ കണ്ടിട്ട് ഇവള് നുണ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല, ഇവൾ ശരിക്കും ഒരു കുക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വരുന്ന ആളുകൾ നിസ്സാരക്കാരല്ല, അവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയുന്ന ഹോങ്ങിനോട് ഈ സ്റ്റാഫ് മിയാങ് നാട് വിട്ടു എന്നാണ് പറയുന്നത്. മിയാങ് എന്ന് പറയുന്നത് ഈ ഹോങ്ങിന്റെ മകളായിരിക്കും കേട്ടോ. അതായത് ഇപ്പൊ ചേഹോങ് നടക്കുകയാണല്ലോ, സോ സ്വന്തം മകളെ ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് ഈ മകളെ അവളുടെ നാനിയുടെ കൂടെ ഈ നാട്ടിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മൊക്ചു എന്ന ക്യാരക്ടറിനെയാണ്. ആളിനെ നേരത്തെയും കാണിച്ചിരുന്നു. അതായത് ഈ കിങ് തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കോർട്ട് ലേഡിയോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ആളെ തിരിച്ചു കിട്ടി, ഇപ്പോൾ സേഫ് ആണെന്നൊക്കെ മൊക്ജുവിനോട് വന്ന് പറയുന്നതും ഈ മൊക്ജുവിൻ്റെ അവിടെ എഴുതി കാണിക്കുന്നത് കിങ് ആയിട്ടുള്ള അതായത് യഹ്യൂൻ്റെ കോൺക്യുബൈൻ ആണെന്നാണ് കേട്ടോ. ഈ കോൺക്യുബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹ്യൂൻ്റെ വൈഫ് ആയിട്ടില്ല, പക്ഷെ എല്ലാ തരത്തിലും അറിയപ്പെടുന്നത് വൈഫായിട്ടാണ്, കല്യാണം കഴിക്കുമെന്നുള്ളൊരു രീതിയിൽ കേട്ടോ. സോ യഹ്യൂൻ്റെ ഭാവി വധുവാണ്. സോങ്ജയും അച്ഛനും കൂടിയിട്ട് ഗവർണറുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടെന്ന് ഈ കോർട്ട് ലേഡി പറയുമ്പോൾ ഗവർണറുടെ പേരക്കുട്ടീനെ ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്, അയാൾക്ക് വളരെ വിഷമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇവൾക്കൊരുമാതിരി സന്തോഷമൊക്കെ ആയിരിക്കും. ജേഹോങ്ങും അച്ഛനും ഗവർണറുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവരെ ഇൻവൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ജിയോങ് ആണെങ്കിലോ ഈ മീറ്റ് കട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ടഫായിരിക്കും, കത്തി കൊണ്ട് പോലും മുറിക്കാൻ പറ്റുന്നില്ല എന്ന് സിയോഗിൽ ചോദിക്കുമ്പോൾ ഇതേ ഫാമിൽ വളർത്തുന്ന ഒരു മീറ്റ് ആയതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് എന്താ ഇപ്പം ചെയ്യുക, ഒന്നും മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ടൈമിൽ വായിച്ചതൊക്കെ ആയിട്ട് ഇവൾക്ക് ഒരു ടെക്നിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തതാണ്, ഈ യുഗത്തിലും ഫ്രാൻസിലും ഇതിനൊരു ടെക്നിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള് ഒരു കാര്യം ചെയ്യാണ്. അതായത് കുറച്ച് പേപ്പേഴ്സും അതുപോലെ കുറച്ച് തീയൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് സിയോഗിൽ ചോദിക്കുമ്പോൾ ടൈമില്ല വേഗം സെറ്റാക്കുന്നൊക്കെ പറയുമ്പോൾ സിയോഗിൽ ഇവൾ എന്താണോ പറയുന്നത് അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ മീറ്റൊക്കെ ഈ പേപ്പറിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്, കെട്ടിവെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ടിട്ടാണ് ഇവളെ നോക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. അല്ല ഇതെന്തിനാ ചെയ്യുന്നതെന്ന് സിയോഗിൽ ചോദിക്കുമ്പോൾ ഈ മീറ്റ് ഭയങ്കര ഹാർഡാണല്ലോ, ഇതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഈ വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ടെക്നിക്കിന് 55 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ഡിഗ്രി ഒന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇവൾ തണുത്ത വെള്ളം ഒഴിക്കാൻ പറയുകയാണ്. അയ്യോ തണുത്ത വെള്ളമോ, ഈ വെള്ളം ചൂടാക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് സിയോഗിൽ പറയുമ്പോൾ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞ് ഇവള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലങ്ങ് കൈ
കൈയിടുകയാണ് കേട്ടോ. അയ്യോ കൈ പൊള്ളു എന്നൊക്കെ സിയോഗിൽ പറയുമ്പോൾ ഇവൾക്ക് മറ്റൊരു വഴിയില്ലല്ലോ. അതായത് 55 ഡിഗ്രിയേ വേണ്ടുള്ളൂ. സോ ഈ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി വേണം. വെള്ളത്തിൻ്റെ ഒരു റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രിയാണ്. അങ്ങനെ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവൾക്കൊരു ഐഡിയയിലാണ് കേട്ടോ ഇതൊരു 55 ഡിഗ്രി എത്തി എന്ന് കണക്കാക്കുന്നത്. ആള് നല്ല മിടുക്കിയാണ്. അതിനുശേഷം ഈ മീറ്റൊക്കെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്തടാ ഇവള് ചെയ്യുന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും ചുറ്റും നിൽക്കുന്നവർക്ക്. ഇതേ ടൈമില് ഈ രാജാവായിട്ടുള്ള യഹ്യൂനല്ല കേട്ടോ, പകരം ഈ സോങ്ജയ്ക്ക് വേണ്ടിയിട്ടാണ് പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതായത് സോങ്ജയാണ് ഇയാൾക്ക് വേണ്ട വധുവിനെ ഈ ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്ത പെൺകുട്ടികളിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഓരോരുത്തരെയും നോക്കിയിട്ട് ഓരോ കുറ്റമൊക്കെ പറഞ്ഞ് അങ്ങ് അവോയ്ഡ് ചെയ്യാണ്. അതിലൊരു ഓൾഡ് ലേഡിയെ കാണും, ഇവൻ പേടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്നും അങ്ങ് സെറ്റായിട്ടില്ല. അല്ല ഈ പെൺകുട്ടികളെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടെന്നാണ്. പറഞ്ഞതുപോലെ ഗവർണറായ നിങ്ങളുടെ പേരക്കുട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ ഗവർണർക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് അടക്കി വെച്ചുകൊണ്ട് അയ്യോ മിയോനെ പറ്റിയിട്ടാണോ പറയുന്നത്, അവള് വളരെ ചെറിയ പെൺകുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത് ചേഹോങ് ആണ്, രാജാവിന്റെ കൽപ്പനയാണെന്ന് സോങ്ജി അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈ മീറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവരാണെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അയ്യോ എന്ത് ടേസ്റ്റാ, ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഫുഡൊക്കെ റെഡിയായി എന്ന് ഇവരോട് പറഞ്ഞിട്ട് ഇവരെന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ നല്ല രീതിയിലൊക്കെയാണ് കേട്ടോ പ്ലേറ്റൊക്കെ അങ്ങ് സെറ്റാക്കുന്നത്. അതിനുശേഷം ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് കാണുമ്പോൾ പ്ലേറ്റിൽ ഒരു 4 പീസ് മീറ്റ് കിടക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവം, ഇങ്ങനെയാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഗവർണറോട് ചോദിക്കുമ്പോൾ ആൾക്കതൊരു ക്ഷീണമാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മകനായ ഹോങ് ആണെങ്കിൽ എവിടെയാ സ്ത്രീകൾ, അവരെല്ലാവരെയും ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ജിയോങ് ആണെങ്കിലോ തന്റെ ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കോ, അവർ അന്തം വിടുന്നുണ്ടായിരിക്കും എന്നൊക്കെ ആലോചിച്ചു നല്ല കോൺഫിഡൻറ്റോട് കൂടി അങ്ങ് ഇരിക്കുകയാണ്. ഇതേ ടൈമിൽ സിയോഗിലാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ അവിടെ നിന്ന് കക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. നീ എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകുമല്ലോ, അപ്പൊ കുറച്ച് ഫുഡൊക്കെ കരുതേണ്ടതെന്ന് പറഞ്ഞ് ഇവളും ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആ ടൈമിലാണ് ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ. എന്തേ ചെയ്യുന്നതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഹോങ് ആണെങ്കിലും നിന്റെ ഫുഡ് ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിന്നെ വധിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരത്തില്ലല്ലോ, ഈ ഫുഡ് ഇഷ്ടമായിരുന്നു, പിന്നെ ഇവന്മാർക്ക് ഏത് ഫുഡാണ് ഇഷ്ടമാകുന്നൊക്കെ ആലോചിക്കുന്നു. ഇവള് നോക്കുമ്പോൾ ഇവര് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അത് ശരി, ഇവന്മാര് കൊള്ളാലോ, ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോലും ഇല്ല അല്ലേ, ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ധൈര്യത്തോടു കൂടി അങ്ങനെ വരത്തില്ല, നിങ്ങൾ ഈ ഫുഡ് മറ്റെവിടെയും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ മാധുര്യം അറിയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഏതാ ഈ അലവലാതി തലതെറിച്ചവൾ എന്നൊക്കെയാണ് കേട്ടോ സോങ്ജി അവിടെ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് നമുക്ക് പണി തരികയാണല്ലേ എന്ന് ഗവർണറോട് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് നാച്ചുറൽ മെത്തേഡ് കൊണ്ടും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, എന്നൊരു കാര്യം ചെയ്യും, നീ അതൊന്ന് വിവരിച്ച് പറഞ്ഞേ എന്നാണ് സോങ്ജി അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവന്മാർ ഈ ഫുഡ് ഒന്ന് കഴിക്കണം, എന്നാലല്ലേ ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ട്രിക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അതായത് ഇവൾ ഭയങ്കര താഴ്മയോട് കൂടിയിട്ട് സാർ നിങ്ങൾ ആദ്യം അത് കഴിക്കൂ, എന്നിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഈ സോങ്ജി ഗവർണറോട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് കുറച്ച് പടയാളികൾ പോയിട്ട് ഈ മിയേനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ പെൺകുട്ടി നാട് വിട്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അതായത് ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവളെന്നെ കൂട്ടിക്കൊണ്ടുപോവാണെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഗവർണർ ആണെങ്കിലും എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ അത് കൊള്ളാം, ഞാൻ പറഞ്ഞല്ലോ ഇത് ചേഹോങ്ങിന്റെ ഭാഗമായിട്ട് രാജാവിന്റെ കൽപ്പനയാണ്, ഇത് കണ്ടില്ലേ, ഇതെന്റെ അധികാരമാണ്, നിങ്ങൾ ഇതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വംശം തന്നെ മുടിയും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സോങ്ജി ആണെങ്കിലും ശരി ഒരു ചാൻസ് തരാം, അതായത് ഈ അലവലാതി പെണ്ണ് പറഞ്ഞതുപോലെ ഈ ഭക്ഷണം അടിപൊളിയാണെങ്കിൽ ഞാൻ ഈ പെൺകുട്ടികളെയും വെറുതെ വിടാം, അതുപോലെ നിങ്ങളുടെ പേരക്കുട്ടിയെയും വെറുതെ വിടാം, പക്ഷേ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇവളമാരെ ഒക്കെ കൊല്ലും, അതുമാത്രമല്ല നിങ്ങളുടെ പേരക്കുട്ടീനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും, എന്താ നിനക്ക് ഓക്കെ ആണോ എന്ന് ഇവളോട് ചോദിക്കുമ്പോൾ ജിയോങ് ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് നഷ്ടപ്പെടാൻ, ഓൾറെഡി ഞാൻ ഇവിടെ എത്തി, ഇനി എൻ്റെ കൺമുന്നിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് സമ്മതിച്ചു കൊടുക്കാം, എങ്ങനെയെങ്കിലും അവന്മാരെ ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രണ്ടുപേരും ഫുഡ് അങ്ങ് ടേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇതെന്തോന്ന് ഫുഡ്, ഇതുവരെ കഴിച്ചിട്ടില്ല, ഇവിടെ ഇത് എങ്ങനെ ഉണ്ടാക്കിയ ഈ സോസേജ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ 1 അല്ല 2 അല്ല 3 ഐറ്റംസ് വരെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്നാണ് അല്ല ഇങ്ങനെ കഴിച്ച ശരിയാകത്തില്ലല്ലോ എന്ന് ആലോചിക്കുന്ന സോങ്ജി ആണെങ്കിൽ ഫുഡ് തീരെ കൊള്ളില്ല
എന്ന് പറയുമ്പോൾ ഇവളാകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഗവർണർ ആണെങ്കിലും ആളും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ആളും അങ്ങ് ഫ്ലാറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ഫുഡ് ഞാൻ ഈ നാട്ടിൽ എവിടെയും കഴിച്ചിട്ടില്ല. നിങ്ങളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എൻ്റെ പേരക്കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാനിത് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വാളൊക്കെ ഊരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന മകനായ ഹോങ് ആണെങ്കിൽ അച്ഛാ ദയവ് ചെയ്ത് സമീപനം പാലിക്കൂ, ഇത് കിങ്ങിൻ്റെ ഓർഡറാണ്, നമ്മളെല്ലാവരും തീരുമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഹോങ് ആണെങ്കിലും ദേഷ്യത്തിലെ ഈ കുക്കായ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് വധിക്കൂ എന്നാണ് പറയുന്നത്. ഇവളാണെങ്കിൽ തീർന്നു തീർന്നു എല്ലാം തീർന്നു അച്ഛാ ഞാനിതാ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് സാഡായിട്ടിരിക്കുന്ന ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ നായകൻ അങ്ങോട്ട് കറക്റ്റ് ടൈമിൽ എത്തുന്നത് കേട്ടോ. അതായത് രാജാവ് വരുന്നത് കാണുമ്പോൾ എല്ലാവരും അങ്ങ് അതായത് ആദരവോട് കൂടിയിട്ട് കുനിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ബോ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന യേഹ്യൂനെ ഇവളെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കേട്ടോ. നീ പറഞ്ഞല്ലോ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കിയതെന്ന്, അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അയ്യോ ഇത് ശരിക്കും ജോസൻ ആണെങ്കിൽ അപ്പം നേരത്തെ ആ ഫൂള് പറഞ്ഞതൊക്കെ ശരിയായിരിക്കത്തില്ലേ, അവൻ ശരിക്കും കിങ് ആയിരിക്കത്തില്ലേ, എൻ്റെ കഥ തീർന്നു എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ആ പെട്ടു ഞാൻ പെട്ടു എന്നാണ് ഇവൾ മനസ്സിൽ പറയുന്നത്. ഇവനാണെങ്കിലും നല്ലൊരു ചിരിയൊക്കെ അങ്ങ് പാസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു റൂമിലിരിക്കുമ്പോൾ അവിടെ ജിയോങ് ഉണ്ടായിരിക്കും കേട്ടോ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അയ്യോ സൂപ്പർ ടേസ്റ്റ്, മിടുക്കി ജിയോങ്, നീ ആളൊരു സൂപ്പർ തന്നെയാണെന്ന് ഇവൾ സ്വയം അങ്ങ് പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ശരിയൊക്കെ തന്നെയാണ്. പിന്നീട് ഇവനിത് ടേസ്റ്റ് ചെയ്യുന്നതും ഇവൻ്റെ കയ്യിലെ രോമൊക്കെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവൾ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇതുപോലത്തെ ഒരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ സോസ്, ഈ ഒരു പൊടി, ഇതൊക്കെ എങ്ങനെ ഇവൾ ഉണ്ടാക്കിയെന്നൊക്കെ ചിന്തിക്കുന്ന ഇവനാണെങ്കിൽ ഇവളെ അങ്ങ് പ്രശംസിക്കുകയാണ് കേട്ടോ. അതായത് എന്തൊരു സോഫ്റ്റാണ് ഈ മീറ്റ്, ഞാൻ കടിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിലും അപ്പോൾ ഇയാൾ സത്യമൊക്കെ പറയുന്ന ടൈപ്പാണ്, അതുകൊണ്ട് എൻ്റെ ഫുഡിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ളൊരു റിവ്യൂ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ. യഹ്യൂനാണെങ്കിലോ സോങ്ജിയോട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫുഡ് നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, എന്തിനാ നീ കുറ്റം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ഇവളിങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ സോങ്ജിയാണെങ്കിൽ അത് പിന്നെ എനിക്ക് അത്ര നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടി തപ്പുകയാണ്. ഇതിപ്പോൾ നീ എന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൾ ഷെഫാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവൻ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തോ ഒരു ചെപ്പോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷെഫ് എന്ന് വെച്ചാൽ ഈ കുക്ക് അത്രയേ ഉള്ളൂ എന്ന് ഇവൾ അവിടെ പറയുകയാണ് കേട്ടോ. നീ എന്തായാലും നുണ പറഞ്ഞതല്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. അല്ല സാധാരണ ഈ കിച്ചൺ ഡ്യൂട്ടിയിൽ മെയിൻ ഷെഫായിട്ട് വരുന്നത് ആണുങ്ങളായിരിക്കും, പക്ഷേ പാലസിൽ ഒരു ഒഴിവുണ്ട്, നിനക്ക് സമ്മതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്താ ഇൻ്റർവ്യൂ ആണോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇവളൊന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ജിയോങ് എന്ന് പറയുന്ന ഇവളോട് പിന്നീട് വയസ്സാണ് ചോദിക്കുന്നത്. 27 എന്ന് കൂളായിട്ട് പറയുമ്പോൾ കണ്ടാ തോന്നത്തില്ല അതിനേക്കാ പ്രായമുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കതങ്ങ് ഇഷ്ടമാകുന്നൊന്നും ഇല്ല. നിൻ്റെ ജിയാബി എന്ന് ചോദിക്കുമ്പോൾ ജിയാബിയോ, ഹസ്ബൻഡ്, അയ്യോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇവളോട് അയ്യോ പാവം ഇത്ര വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല, കഷ്ടമായി പോയി എന്ന് ഇവൻ പറയുമ്പോൾ അതായത് ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുമല്ലോ. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ അയ്യോ സാറേ അങ്ങനെയല്ല, ഞാൻ വരുന്നത് വേറൊരു സ്ഥലത്തു നിന്നാണല്ലോ, അവിടെ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ എവിടെ നിന്ന്, അല്ല നീ ശരിക്കും എവിടുന്നാ വരുന്നതെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ സത്യം പറഞ്ഞാലോ, സത്യം പറഞ്ഞാൽ ഇവന്മാരെ വിശ്വസിക്കൂ, എന്നാലും പറയാന്നൊക്കെ വിചാരിച്ച് ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ഞാനീ 500 വർഷം മുന്നേ അതായത് ഫ്യൂച്ചറിൽ നിന്നാ വരുന്നതെന്ന് പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന മറ്റുള്ളവരാണെങ്കിൽ എത്തി വലിഞ്ഞ് ഇവൾ എന്താ പറയുന്നതെന്ന് കേൾക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോ എന്ന് ഇവൾ അതിശയത്തോടു കൂടി തിരിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല സംഭവം നിനക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തലയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാരില്ല, ഇപ്പം നീ നല്ല ടാലൻ്റ് ആയതുകൊണ്ട് നിന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇപ്പം ഞാനിതങ്ങ് വിട്ടേക്കാന്ന് പറയുമ്പോൾ അപ്പോൾ വിശ്വസിച്ചിട്ടില്ല. അല്ല അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവൾ സ്വയം പറയുന്നത് കേട്ടോ. അപ്പോൾ സോങ്ജിയാണെങ്കിൽ അതെ അത്രയ്ക്ക് അടുത്തൊന്നും ഇരിക്കേണ്ട, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് പിന്നീട് ഇവളെ അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട്. ഇവളാണെങ്കിൽ ഈ സോങ്ജയോട് അതെ എന്നെ വെറുതെ വിടുകയായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന സോങ്ജയ് പറയുന്നുണ്ട്. നാളെ പാലസിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ നീയും ഉണ്ടായിരിക്കണമെന്ന് യഹ്യൂൻ പറയുന്നത് കേട്ട് ഇത് എവിടുത്തെ ഏർപ്പാടാന്നൊക്കെ ആലോചിക്കുന്ന ഇവൾ ആകെ അങ്ങ് പെട്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ആ ഗവർണർ ആണെങ്കിൽ അപ്പോൾ തൻ്റെ പേരക്കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ആളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഗവർണർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ
മകനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറയുകയാണ് കേട്ടോ. ഈ ഗവർണറുടെ പേര് അതിൻ്റെ ഇടയിൽ വിളിക്കുന്നുണ്ട്. ആ ടൈമില് ജിയോങ് ആലോചിക്കുന്നത് ഇവര് ഈ ഒരു കഥയൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, രാജാവായ യഹ്യൂന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതില് ഒരു പ്രധാന റോള് ഈ ഗവർണറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ അമ്മയ്ക്കെതിരെ റിവെഞ്ച് ചെയ്യുകയാണോ എന്ന് ഇവള് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മീറ്റിംഗ് ഒക്കെ പിരിച്ചുവിടുമ്പോൾ ഇവളാണെങ്കിൽ യഹ്യൂനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോങ്ജി ആണെങ്കിൽ പോ എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കുകയാണ്. ഗവർണർ പുറത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ചേഹോങ്ങിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നാട്ടുകാർക്കൊക്കെ തന്നെ അതിൽ പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ജിയോങ് ആണെങ്കിൽ ഒരു രാജാവിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഓർക്കണം. എന്തായാലും നിങ്ങളുടെ പേരക്കുട്ടിയെ ഞാൻ കൊണ്ടുപോകും. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവർണർ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട് ഇവന്റെ അമ്മയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഇവൻ ഓർമ്മയുണ്ടോ എന്നാണ് ആള് ഡൗട്ട് അടിക്കുന്നത്. ആളത് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് രാജാവെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവനാണെങ്കിലോ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ ഒരു ഗാർഡിനോട് ഇയാളിനെ നാട് കടത്താനാണ് പറയുന്നത്. ജിയോങ്ങിനെയും സിയോഗിലിനെയും വീണ്ടും ജയിലിലിടുന്നുണ്ട് കേട്ടോ. എന്തൊരു അവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ അല്ല ചേച്ചി ശരിക്കും എന്താ രാജാവിനോട് പറഞ്ഞെന്ന് സിയോഗിൽ അവിടെ ചോദിക്കുന്നുണ്ട്. ആൾക്ക് ഫുഡ് ഇഷ്ടമായിടാ, നാളെ പാലസിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ പാലസിലേക്ക് കൊണ്ടുപോകുന്നു, നന്നായി, ഇനിയിപ്പോൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് സിയോഗിൽ വിഷമിക്കുന്ന ടൈമിൽ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമെന്ന് പറയുന്ന ജിയോങ്ങിനോട് എങ്ങോട്ട് എന്ന് വിളി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്താ പറയുക, ഞാൻ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്ലേറ്റ് അല്ല ഫ്ലൈറ്റ്. അപ്പോൾ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ അതെ ആ ആൻറ്റീക്ക് ബുക്ക്, അതാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ബുക്ക് കണ്ടെത്തണം, അതെൻ്റെ ഹാൻഡ് ബാഗിലായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്തില്ലേ, അവിടുത്തെ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടാണ് അത് നഷ്ടപ്പെട്ടത്. അത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറയാലോ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ നിങ്ങളതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്യാത്ത ഫുഡൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നതെന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത്. ഭാഗ്യം ഇവള് പറയുന്നത് ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സിയോഗിൽ എന്ന പെൺകുട്ടിയാണ്. സത്യം പറയാലോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ നമ്മൾ എങ്ങനെ ഇവിടെ നിന്നും പുറത്തു പോകുമെന്നാണ് സിയോഗിൽ ചോദിക്കുന്നത്. ഇതേ ടൈമിൽ യഹ്യൂന്റെ അടുത്തെത്തുന്ന സോങ്ജി ആണെങ്കിൽ ശരി പ്രഭു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുമ്പോൾ എടാ മതിയുടെ ഇവിടെ ഇപ്പം ആരുമില്ല, നീ കാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നതും, അതായത് നേരത്തെ ഹോങ് പറഞ്ഞു ഇവർ ചെറുപ്പം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ പിന്നീട് കയ്യിലൊരു വീശറി പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിവർ പണ്ടും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ചേഹോങ്ങിന്റെ ഭാഗമായി പിടിച്ച എല്ലാ പെൺകുട്ടികളെയും പറഞ്ഞു വിട്ടേക്ക്, എന്നാൽ കുക്കിനെയും അവളുടെ കൂടെയുള്ള പെൺകുട്ടിയെയും പറഞ്ഞു വിടേണ്ടെന്ന് പറയുമ്പോൾ ഗവർണറുടെ പേരക്കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് സോങ്ജി അവിടെ ചോദിക്കുന്നുണ്ട്. അവളേനോ, അയാളെ നാട് കടത്തിയല്ലോ, അവളേനെ ഒരു വേലക്കാരിയോ അടിമയോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റാന്ന് പറയുന്ന ഇവനാണെങ്കിൽ അതായത് ഈ ചേഹോങ് നടത്തുന്നത് തന്നെ ഇവന്റെ അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ അമ്മയുടെ മരണത്തിൽ വലിയ വലിയ ഒഫീഷ്യൽസിനൊക്കെ പങ്കുണ്ടെന്ന് തോന്നുന്നു. ഈ ചേഹോങ് എന്നുള്ള നടപടി വേണമെങ്കിൽ നിർത്തിവെക്കാന്ന് സോങ്ജി പറയുന്ന ടൈമിൽ ഇല്ല അത് പറ്റത്തില്ല, കാരണം ഇപ്പോൾ ചേഹോങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായതും ഇവന് നൈസായിട്ട് ഈ ഗവർണറെ നാട് കടത്താൻ പറ്റി, അതായത് ഒരു റിവെഞ്ച് എടുക്കാൻ പറ്റി. എന്നാൽ അത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇവന്റെ അമ്മയുടെ കൊലപാതകം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവെഞ്ച് ആണെന്ന് തോന്നത്തുമില്ല. സംഭവം നല്ല ക്ലീൻ ആണല്ലോ. ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ജിയോങ് ആണെങ്കിൽ രാജാവ് ശരിയല്ല, ചേഹോങ്ങിന്റെ ഭാഗമായി ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലോ, അതൊക്കെ ആയിരിക്കും. സോ ഈ ചേഹോങ്ങിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ് ആണെങ്കിൽ ജിയോങ്ങിന്റെ അടുത്തേക്ക് വരുന്നതും അയ്യോ കൊല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവരാണെങ്കിൽ നൈസായിട്ട് ഈ ഗേൾസിനെ അങ്ങ് പറഞ്ഞയക്കുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറയുന്ന ഹോങ്ങിനോട് ഒരുപാട് നന്ദിയുണ്ട്, പിന്നെ ആ ദുഷ്ടന് അവന് ദൈവം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹോങ്ങിന് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഇവരെന്തായാലും എസ്കേപ്പ് ആയ കാര്യം യഹ്യൂൻ അറിയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഇവരാണെങ്കിൽ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്നതും അല്ല നിന്റെ ഫാമിലിയിൽ ആരും ഇല്ലേന്ന് ജിയോങ് ചോദിക്കുന്ന ടൈമിൽ ഈ സിയോഗിൽ പറയുന്നുണ്ട് അച്ഛനൊരു മിലിറ്ററിയിലായിരുന്നു, അപ്പോൾ ആള് മരിച്ചു, അച്ഛനെ അന്വേഷിച്ചു പോകുന്ന ടൈമിൽ കുറേ അക്രമികൾ ഞങ്ങളെ ആക്രമിച്ചു, അങ്ങനെ അമ്മ മരിച്ചു, അങ്ങനെ ഒരു സാഡ് സ്റ്റോറിയൊക്കെ ആയിരിക്കും. പക്ഷേ സങ്കടമായി പോയി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഇവളോട് ശരി ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ പോന്നേക്ക്, ഞാൻ നിന്നെ കൊണ്ടുപോകാം, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എന്നെ കൊണ്ടുപോകൂ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ എന്തായാലും കൊണ്ടുപോകാം, ശരിക്കും നിന്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുന്നത്
ഇരിക്കുന്ന ജിയോഗിനോട് ഇവള് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് പാലസിലെ കോർട്ട് ലേഡി ആകണം, കിച്ചണിൽ എനിക്ക് ഭയങ്കര കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും ഞാൻ ആക്കിത്തരാം, എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം, ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പാലസിൽ കുക്കായിരിക്കുമല്ലോ എന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ മലമുകളിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇരുട്ടാലേ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതേ സ്ഥലം തന്നെ, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ വീണേന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് സിയോഗിൽ പേടിക്കുന്നുണ്ട്. കാരണം അവിടേക്ക് യഹ്യൂൻ എത്തുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ യഹ്യൂൻ ആണെങ്കിൽ ഇവളെ കറക്റ്റായിട്ട് പിടിക്കുന്നതും അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവള് ബഹളം വെക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ നൈസായിട്ട് തലയിൽ എന്തൊരു പൂവ് പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതെടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്താ നിങ്ങളുടെ ഉദ്ദേശം, എന്തിനാ ഓടിപ്പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല, നമ്മൾ മീറ്റ് ചെയ്ത ടൈമിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഇല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഗാണ്, എനിക്കത് വേണമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ നോക്കുന്ന ടൈമിൽ ആ ബാഗ് ഒരു കൊമ്പിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. അത് സ്റ്റാഫിനോട് എടുത്തു കൊണ്ടുവരാൻ പറയുന്നതും ഈ ബാഗ് കാണുമ്പോൾ അയ്യോ എൻ്റെ ബാഗ് കിട്ടി, എനിക്ക് വീട്ടിൽ പോവാലോ എന്നൊക്കെയാണ് ഇവളങ്ങ് സന്തോഷത്തിൽ പറയുന്നത് കേട്ടോ. എന്നാൽ ഇവനാണെങ്കിൽ അത് കൂളായിട്ട് എടുത്തിട്ട് അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. ഇത് കാണുന്ന ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എടോ താൻ എന്താ ഈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കൂടെയുള്ള ഗാർഡ്സ് ആണെങ്കിൽ വാളുമായിട്ട് ഇവളുടെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ സോങ്ജെ ബ്ലോക്ക് ചെയ്യാണ്. എടോ ആ ബുക്ക് എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയോ, എൻ്റെ ലൈഫ് തന്നെ അതിലായിരിക്കുന്നത്, താൻ എന്തോന്ന് പണിയാണോ ചെയ്തതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിൽ അല്ല ഈ ബാഗ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ, ഇപ്പം ബാഗില്ല, അപ്പം നിനക്ക് പോവേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ താൻ പറയുന്ന എന്തും ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന എന്തും ചെയ്യുമെന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് അല്ല അത് പിന്നെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഒന്ന് സംശയത്തോടു കൂടി ഇവനെ നോക്കുന്നുണ്ട്. പിന്നീട് സിയോഗിലിനെയും ജിയോങ്ങിനെയും കൂടിയിട്ട് അറസ്റ്റ് ചെയ്ത് പാലസിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. സിയോഗിലാണെങ്കിലും പാലസിലേക്ക് ഒരു കോർട്ട് ലേഡി ആയിട്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം. ഇതിപ്പം മരിക്കാനാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞ് സാഡ് ആകുന്ന ടൈമിൽ നീ പേടിക്കാതിരിക്കേ, ഞാനുണ്ടല്ലോ കൂടെ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിപ്പിക്കുകയാണ്. അപ്പം ജിയോങ് ആണെങ്കിൽ ഒരു ചിരിയോടുകൂടി ഇവളെ നോക്കുമ്പോൾ ഇവളാണെങ്കിലും അവൻ്റെ ഒരു ഒടുക്കത്തെ ചിരി എന്നൊക്കെ പറഞ്ഞ് ഈ കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആക്ഷൻ ഇടുമ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് അതുപോലെ തന്നെ തിരിച്ചു ചെയ്യാണ്. നെക്സ്റ്റ് സീനിൽ ഈ ബൊഗ്ജൂനെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് യഹ്യൂന്റെ കോൺക്യുബേൻ ആണെന്നൊക്കെ പറഞ്ഞാലും ഇവളുടെ കൂടെ മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്, പ്രിൻസ് എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. സോ ഇയാളും ഇവളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കിങ്ങിനെ ആരൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു, ആരാണെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഇയാളാണെങ്കിലും ആള് തിരിച്ചു വരുന്നത് ഒരു പെൺകുട്ടിയുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. അതാ ഗവർണറുടെ പേരക്കുട്ടിയാണെന്ന് ബൊഗ്ചോ പറയുമ്പോൾ നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം, അത് മാത്രമല്ല ആളിനെ നന്നായിട്ടൊന്ന് സുഖിപ്പിക്കണം, ആൾക്ക് ടെൻഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ ലക്ഷ്യം അതൊക്കെയാണല്ലോ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവളാണെങ്കിൽ ഈ ഗിറ്റാർ പോലത്തെ എന്തോന്ന് വായിക്കുന്ന ടൈമിൽ ഈ ഒരു പെൺകുട്ടി ഈ കിങ്ങിൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. കോർട്ട് ലേഡിയോട് ഈ ഗവർണറുടെ പേരക്കുട്ടി നല്ല സുന്ദരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ മേഡത്തേക്കാൾ സുന്ദരിയായിട്ട് വേറെ ആരും ഇല്ലല്ലോ എന്ന് കോർട്ട് ലേഡി അങ്ങ് പൊക്കി പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവരിങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ മേത്തേക്ക് കാലിലൊക്കെ എടുത്തെറിയുന്നുണ്ട്. ഇവരാണെങ്കിലും രണ്ടുപേരും ഒരു ദാക്ഷിണ്യമില്ലാതെ ഈ ബോയ്സിനോട് ചൂടാകുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന യഹ്യൂനാണെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ എൻ്റെ അനുവാദമില്ലാതെ തൊടാൻ ആ പിള്ളേരോട് ആരാ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹലോ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് എന്നെയാണോ എന്ന് ഇവള് തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഇനി നിനക്ക് എൻ്റെ സമ്മതമില്ലാതെ ആരോടും സംസാരിക്കാനോ ആരെയും കാണാനോ അതുപോലും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പം പിന്നെ ചത്തു എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും എളുപ്പം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പാലസിൽ ജീവിക്കേണ്ടതും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒന്നും കാണരുത്, കേൾക്കരുത്, പറയരുത്, ഇതൊക്കെ ബേസിക് റൂളാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിഡൻസ് തന്നെ റെഡി ആക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിന് എന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് പാലസിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഈ പാലസ് കണ്ടിട്ട് രണ്ടുപേരുടെയും കിളി പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അപ്പം സമാധാനമായി, ഞാൻ ശരിക്കും ജോസണിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്, ഞാനിനി എന്താ ചെയ്യുക, ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ സാഡ് ആകുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് മൊഗ്ചു ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ മൊഗ്ചുവിനെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മൊഗ്ചുവിന് കാണിച്ചു കൊടുക്കുന്നത് ഇവളെ ആയിരിക്കും. ഗ്വിനിയാണെന്ന് പറയുമ്പോൾ, അതായത് ഗോസ്റ്റിൽ അവരുടെ ലാംഗ്വേജിൽ പറയുന്നതാണ്, നമുക്ക് ഗ്വിനി എന്ന് വിളിക്കാം, കാരണം യഹ്യൂൻ അങ്ങനെയാണ് കേട്ടോ ജിയോങ്ങിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട്. പിന്നീട് ഇവളെ ഒന്ന് ശരിക്കും നോക്കുകയാണ്. ആള് സുന്ദരിയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് മൊഗ്ചു മനസ്സിൽ ചിന്തിക്കുന്നത് കേട്ടോ. ആ ടൈമിൽ മൊഗ്ചുവിൻ്റെ പേര് പറയുമ്പോൾ അവിടെ ശരിക്കും ഷോക്ക് ആകുന്നത് ജിയോങ് ആയിരിക്കും. കാരണം ഇവൾ ഹിസ്റ്ററിയിലൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്, തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം
കാരണമെന്നും ഭയങ്കര ഒരു ഈവിൾ ക്യാരക്ടർ ആയിട്ടുള്ള സ്ത്രീയാണെന്നും അതുകൊണ്ട് തന്നെ ഇവളുടെ നോട്ടം കാണുമ്പോൾ ജിയോങ് ആണെങ്കിലോ അവളുടെ കണ്ണ് കണ്ടില്ലേ, നോട്ടം കണ്ടില്ലേ, അയ്യോ ശരിക്കും പേടിയാകുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ ഗവർണറുടെ പേരക്കുട്ടി എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അത് ഇവര് ക്രിമിനൽ ആയതുകൊണ്ടാണ്, ഇത് ഗവർണറുടെ പേരക്കുട്ടിയൊന്നും അല്ലാന്ന് ഇവൻ പറയുന്ന ടൈമില് അവളെന്നെ കൊണ്ടുവരാതെ ഇവരെന്തിനെ കൊണ്ടിരിക്കുന്നേ, ഇതിനു മാത്രം ഇവൾ ആരാന്നൊക്കെ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. മൊഗ്ജു ആണെങ്കിൽ ഞാൻ ഇവളെ നന്നായി ഡ്രസ്സ് ചെയ്യിപ്പിക്കാം, എല്ലാ ബിഹേവിയറൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് എല്ലാ കാര്യങ്ങളും വഴിയെ മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളുടെ അടുത്തേക്ക് പോകുന്നതും ഇവളുടെ താടി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിയോങ് മനസ്സിൽ വിചാരിക്കുന്നത് അയ്യേ താൻ എന്തുവാടോ ചെയ്യുന്നത്, അതും തൻ്റെ ഈ പെണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ചേച്ചേ നാണം ഇല്ലെന്നൊക്കെ പറയുന്നത്. ഇവൾക്കാണെങ്കിൽ ചെറുതായിട്ട് ഒരു നാണമൊക്കെ വരുന്നുണ്ട്. മൊഗ്ജുൻ ഇതൊന്നും പിടിക്കുന്നില്ല. ഇവനാണെങ്കിൽ കൂളായിട്ട് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്റെ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ മൊഗ്ജു ആകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ്. ജിയോങ്ങിനാണെങ്കിലോ ഫുൾ കിളി പോയൊരവസ്ഥയായിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.